ഫ്രണ്ട്സ്, റീന വീണ്ടും. വെൽക്കം ടു റീനാസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മീ ആൻഡ് സപ്പോർട്ട് മീ എന്ന ഈ മുഖവരിയോട് കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈയിടെയായിട്ട് ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം സത്യമാണ്. വളരെയധികം ട്രാൻസ്പെറൻ്റായിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ അവിചാരിതമായിട്ട് ആ ഇൻ്റർവ്യൂ എനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കി എന്നറിയുമ്പോൾ നിങ്ങൾക്കും തോന്നാം അതെന്തായിരിക്കും എന്നത്. ഒരു ചാനൽ ഞാനിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒന്നാണ്. അതിനെപ്പറ്റി എനിക്ക് വളരെയധികം ഒരുപാട് ഞാൻ ചിന്തിച്ചു. എന്തായിരിക്കാം അത്, എന്താണ് ആ ഒരു കണ്ടൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് അറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാകാം. അതിൽ എൻ്റെ അസുഖത്തെ വളരെയധികം ഊന്നി പറഞ്ഞുകൊണ്ട് അതിൽ സംസാരിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ അസുഖം വരുന്നത് ഒരാൾ വിചാരിച്ചത് കൊണ്ടല്ല അസുഖം വരുന്നത്. അസുഖം എനിക്ക് വരാം, ഇനി ആർക്കും അസുഖം വരാവുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അസുഖം വന്നതുകൊണ്ടാണ് ആൾക്കാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടുമേ യോജിപ്പില്ല. കാരണം ഞാൻ ഇന്നോ ഇന്നലെയോ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തിയല്ല. ഞാൻ ടിക്ടോക്കിൽ വന്നിട്ട് ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായി. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യുന്ന വീഡിയോസിൽ എൻ്റെ വീഡിയോ ഒരുപാട് വൈറലായ വീഡിയോകൾ ഒരുപാടുണ്ട്. അന്ന് മുതൽ തന്നെ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങി വൈറലായ ഡാൻസ് മുഖാന്തരം. പക്ഷേങ്കിൽ അത് മനുഷ്യരുടെ കണ്ണിൽ അവർ കണ്ടിരുന്നത് വേറൊരു രീതിയിലായിരുന്നു എന്നത് വളരെയധികം പരിതാപകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു ഡാൻസ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആ സ്പെസിഫിക് ആയിട്ട് എൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ആൾക്കാർ എന്നെ സഹതാപത്തോടു കൂടി കാണുന്നു എന്നതിനെ ഞാൻ പുച്ഛിച്ച് തള്ളുകയാണ്. കാരണം അങ്ങനെ എനിക്ക് സഹതാപത്തിൻ്റെ പുറത്തല്ല എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എൻ്റെ എനർജറ്റിക് പെർഫോമൻസ് കൊണ്ടും എൻ്റെ ആ ഒരു മനോഭാവവും കൊണ്ടാണ്. കൂടുതലും എനിക്ക് ശ്രീലങ്കക്കാരായിരുന്നു എൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് പേര്. പിന്നീടാണ് അത് മലയാളികളുടെ ഇടയിലേക്ക് വ്യാപരിച്ചത് എന്നുള്ളത് മറന്നു പോകണ്ട. പിന്നീട് ജീവിത അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പാഠമാകുന്നത്. ഞാനെന്ന വ്യക്തി വളരെയധികം സപ്പോർട്ടൊന്നുമില്ലാതെ നാട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ലണ്ടനിലേക്ക് വന്നെത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വന്നെത്തുമ്പോൾ നമ്മൾ ജീവിതത്തെ വളരെയധികം പൊരുതി എടുത്ത് ജീവിതം ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതും ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠം എന്ന് പറയുന്നത് നമുക്കാരും കാണില്ല. നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. അങ്ങനെ സന്തോഷം കണ്ടെത്തി ആ സന്തോഷത്തിൽ ഒരു ഭാഗഭാക്കാക്കാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നതാണ് സത്യം. ചിലപ്പോൾ അത് മറ്റൊരാൾക്ക് കോമാളിയായിട്ട് തോന്നിയേക്കാം. അതവരുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്. പിന്നെ വേറൊന്ന്, മാനസിക രോഗമുള്ള ആൾക്കാരും തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഓരോ പെർഫോമൻസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാനസിക അസുഖങ്ങൾ ഉള്ളവർ
മാനസിക അസുഖങ്ങൾ ഉള്ളവരായിട്ട് തന്നെ അവർ ടാബ്ലറ്റൊക്കെ കഴിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവരൊരിക്കലും വളരെയധികം പെർഫോമൻസ് ചെയ്ത് മീഡിയയിൽ നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ മാനസിക അസുഖമുള്ളതായിട്ട് അഭിനയിച്ചുകൊണ്ട് ചിലപ്പോൾ മീഡിയയിൽ നിന്നേക്കാം. കാരണം ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അത് ചെയ്യുന്നത്. എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് കലാകാരന്മാർ എന്നും കലാകാരികളെന്നും നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റിലുള്ള വ്യക്തികൾ ജീവിത അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങൾ അവരിൽ തന്നെ ഉൾക്കൊണ്ട് അവർ ഏത് രീതിയിലും അവർ മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് ഞാൻ കല എന്ന് പറയുന്നത്. അല്ലാതെ പഠിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്നത് അത് ഫേക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഡാൻസ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു പാട്ടാകട്ടെ, ഏതൊരു കലാരൂപവുമാകട്ടെ, അത് നമ്മൾ പഠിച്ച് അതിൻ്റെ ABC അതിൻ്റെ എല്ലാം ഫുൾ പഠിച്ച് ചെയ്യുന്നതിനേക്കാൾ ഏറെ നമ്മളായിട്ട് തന്നെ അത് നമ്മൾ മീഡിയയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ആ പെർഫോമൻസിന് ക്ലാരിറ്റി ഉണ്ടാകുന്നത്, സത്യസന്ധത ഉണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് റീന വിരമിക്കുകയാണ്. ഗുഡ് നൈറ്റ്.